മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ് പറഞ്ഞത്, തമിഴിൻ്റെ സൗകര്യമൊന്നും അല്ല മലയാളം. മലയാളത്തിന് തനതായ ഒരു സ്വത്വമുണ്ട്, തനതായ ഒരു സംസ്കാരമുണ്ട്, ഒരു സ്വതന്ത്ര ഭാഷ എന്നാദ്യം പറഞ്ഞത് ഉള്ളൂരാണ്. അതിന് ഗോദോർമയും CP അച്യുതമേനോനും NV യുമൊക്കെ പിന്തുണയ്ക്കുകയുണ്ടായി. NV ആണ്ടാളുടെ തിരുപ്പാവ് എന്ന കൃതി രചിച്ചുകൊണ്ട് അതിന് തമിഴിനോടുള്ളതിനേക്കാൾ സാമ്യം മലയാളത്തിനാണ് എന്ന് സ്ഥാപിക്കുകയും ചെയ്തു. നമുക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി കിട്ടിയതും ആദ്യ ദ്രാവിഡ ഭാഷയുടെ അതിൽ നിന്ന് ഉത്ഭവിച്ചതാണ് തമിഴും മലയാളവും എന്ന് സ്ഥാപിച്ചതിലൂടെയാണ്. ആ കാലഘട്ടത്തിൻ്റെ സാഹിത്യമെന്നത് സംഘസാഹിത്യമാണ്. അതിൽ ചിലപ്പതികാരത്തിനും മണിമേഖലയ്ക്കും തൊൽക്കാപ്യത്തിനുമൊക്കെ തമിഴിനോടുള്ളതുപോലെ സാദൃശ്യം മലയാളത്തിലുമുണ്ട്. ഇന്നും വേലര് പാണരുടെയൊക്കെ പാട്ട് നിലനിൽക്കുന്നതും മലയാള നാട്ടിലാണ്. ഞാൻ അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല. ഈ ബന്ധം, തമിഴും മലയാളവും തമ്മിലുള്ള ബന്ധം, അത് ഊട്ടി വളർത്തുന്ന നിലനിർത്തുന്നത് ഈ രണ്ട് ഭാഷകളിലും തമ്മിലുള്ള കൃതികൾ വിവർത്തനം ചെയ്യുന്നവരാണ്. ശ്രീ മോഹൻകുമാർ തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് മാത്രമല്ല, മലയാളത്തിൽ നിന്ന് തമിഴിലേക്കും വിവർത്തനം ചെയ്തു എന്നൊരു പ്രത്യേകതയുണ്ട്. ശൈലജ തിരുക്കുറൽ ഉൾപ്പെടെ യാമം, പിച്ചിപ്പൂ തുടങ്ങിയ നോവലും കഥാസമാഹാരങ്ങൾ ഉൾപ്പെടെ പലതും വിവർത്തനം ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു മലയാള കൃതി തമിഴിലേക്ക് ചെയ്തിട്ടില്ല. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ പത്മനാഭനും അത് ചെയ്തിട്ടില്ല. അത് ചെയ്യണമെങ്കിൽ ഈ രണ്ട് ഭാഷയിലും നല്ല പ്രാവീണ്യം ഉണ്ടായിരിക്കണം. ആ പ്രാവീണ്യത്തിൻ്റെ തെളിവാണ് മലയാള ഭാഷയിൽ നിന്ന് മോഹൻകുമാർ തമിഴിലേക്ക് വിവർത്തനം. ഈ രണ്ട് ഭാഷ മാത്രമല്ല, മറ്റു ഭാഷകളും വേണ്ട. അദ്ദേഹം ഹിന്ദിയും ഇംഗ്ലീഷും അങ്ങനെ ഒരു ബഹുഭാഷാ പണ്ഡിതനാകാൻ മോഹൻകുമാറിന് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ മോഹൻകുമാറിൻ്റെ ഏജ് ഗ്രൂപ്പിൽ, എൻ്റെ ഏജ് ഗ്രൂപ്പിൽ, അതിനെ താഴോട്ടുള്ള ഏജ് ഗ്രൂപ്പിൽ ഇങ്ങനെ ബഹുഭാഷാ പണ്ഡിതന്മാർ വളരെ വളരെ വിരളമാണ്. പണ്ട് NV യെപ്പോലെ, കുഞ്ഞമ്പിള്ള സാറിനെ പോലെ ഒരുപാട് പേര് ബഹുഭാഷാ പണ്ഡിതന്മാരുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ദേശീയോദ്ഗ്രഥനത്തിന്, രണ്ട് സംസ്കാരങ്ങൾ തമ്മിൽ നിലനിർത്തുന്നതിന് വിവർത്തനത്തിലൂടെ, പ്രത്യേകിച്ച് മോഹൻകുമാറിൻ്റെ വിവർത്തനത്തിലൂടെ കഴിയുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, അദ്ദേഹം കവിയാണ്, ചെറുകഥാകൃത്താണ്. ഒരു ചെറുകഥാ സമാഹാരത്തിനൊക്കെ കൊന്നപ്പൂക്കൾ എന്ന കൃതിക്ക്, കൊന്നപ്പൂക്കളല്ലേ, കണിക്കൊന്ന, അതിൻ്റെ കണിക്കൊന്ന എന്ന പുസ്തകത്തിന് അവതാരിക എഴുതാനും ഏതാണ്ട് 1.5 വർഷമായി കാണുമെന്ന് തോന്നുന്നു. പക്ഷേ അതിലെ കഥകൾ ഇന്നും എൻ്റെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പം കലാതീതമായി ഒരിത് മനസ്സിൽ നിലനിൽക്കുന്നു എന്നതാണ് ഒരു പുസ്തകത്തിന്, ഒരു കഥയ്ക്ക്, ഒരു നോവലിന്, ഒരു കവിതയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരം. അതിൽ ഞാനന്ന് ശ്രദ്ധിച്ചത് 2 തലമുറകളുടെ സംസ്കാരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, അത് കഥയിലൂടെ പ്രതിഫലിപ്പിക്കാനും അങ്ങനെ ഒരു താരതമ്യ സാഹിത്യ പഠനത്തിന് കഥയെ ഉപകരിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഓർക്കുന്ന ഒരു കുടുംബത്തിലെ അമ്മ കിടപ്പ് രോഗിയായി അവശയായി കിടക്കുന്നു. ഭർത്താവാണ് പരിചരിക്കുന്നത്. 2 മക്കൾ വിദേശത്തുള്ളവർ വന്നു. അവർ പുതിയ ജനറേഷൻ്റെ വക്താക്കളാണ്. അവർ ഒരു നിർദ്ദേശം വയ്ക്കുന്നു, അമ്മയെ ഏതെങ്കിലും ധർമാശുപത്രിയിലോ ഏതെങ്കിലും ഭവനിലോ, വൃദ്ധഭവനിലോ എവിടെയെങ്കിലും നമുക്ക് ഏൽപ്പിക്കാം. എന്നിട്ട് ഈ വസ്തുവകകളെല്ലാം വിറ്റ് അച്ഛനും ഞങ്ങളുടെ കൂടെ വിദേശത്തേക്ക് വേണം. അപ്പം പഴയ തലമുറയുടെ വക്താവായ അച്ഛൻ്റെ മറുപടിയുണ്ട്, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ അമ്മയെ, എൻ്റെ ഭാര്യയെ ഞാൻ പരിചരിക്കും. അവൾ മരിച്ചു കഴിഞ്ഞാൽ, ഞാനും മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം പുതിയ തലമുറ അതാണ്ട് ഉപയോഗമില്ലാത്ത സാധനങ്ങൾ വലിച്ചെറിയുന്ന ത്രോ അവേ സംസ്കാരത്തിൻ്റെ പ്രതീകങ്ങളായി കാണും. പക്ഷെ അവിടെയും തുടർന്ന് വേറൊരു കഥ എന്നെ കൂടുതൽ ആകർഷിച്ചു. അതിൻ്റെ പുതിയ തലമുറ എല്ലാം മോശമാണ് എന്ന എഴുത്തുകാരുടെ അഭിപ്രായത്തിനോട് അദ്ദേഹത്തിന് സ്വീകാര്യമല്ല. പുതിയ തലമുറയിൽ നല്ല വ്യക്തികളുണ്ട്, നല്ല പുത്രന്മാരും പുത്രിമാരുമുണ്ട്. 2 ആമക്കൾ, അവർ മാസം തോറും അച്ഛനമ്മമാർക്ക് പണം അയക്കുന്നുണ്ട് ദേശത്ത് നിന്ന്. ആ പണം അവർ അച്ഛൻ്റെയും അമ്മയുടെയും ചെലവിന് വേണ്ടി അയക്കുന്നതാണ്. പക്ഷേ അച്ഛൻ അതെല്ലാം സൂക്ഷിച്ചു വെച്ച് അവസാനം ഒരു വലിയ തുകയായി മക്കൾക്ക് കൊടുക്കും. അപ്പോൾ ഒരു പ്രത്യാശയുടെ കവിതയാണ്. പ്രത്യാശ ഉണ്ടെങ്കിലേ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഉള്ളൂ.
അദ്ദേഹം ഒരു പ്രത്യാശയുടെ കഥാകാരനാണ്. ഇവിടെ എല്ലാം നശിച്ചിട്ടില്ല, നശിച്ചു പോകില്ല, വല്ലതും ശേഷിക്കുമെന്ന് വിചാരിക്കെ എന്തെന്തേതൻ കരളിൽ പൂർണ്ണ വിശ്വാസവും ജൈവ പ്രഭാവവും എന്ന പുനർബാലൻ പാടിയതുപോലെ ഒരു പ്രത്യാശയുടെ കവിതയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഇരുട്ടിൽ പൊതിഞ്ഞ തിരുനാളം എന്ന ഒരു പ്രത്യാശയുടെ കവിത വായിച്ചാണ് പവിത്രൻ തീക്കുനി അത് ആത്മഹത്യ ചെയ്യാൻ, സകുടുംബം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത് അന്ന് അവസാനമായി തീക്കുനി വായിച്ച പുനർബാലൻ്റെ ഇരുട്ടിൽ പൊതിഞ്ഞ തിരുനാളവും. അത് പ്രത്യാശയുടെ കവിതയാണ്. അതന്ന് ഇവിടെ സൈലൻറ്റ് വാലി പ്രശ്നമുണ്ടായപ്പോൾ നമ്മുടെ സുഗതകുമാരി ടീച്ചർ എഴുതി, ഇനി എൻ്റെ മനസ്സിൽ കവിതയില്ല. അതുപോലെ അയ്യപ്പ പണിക്കർ സാറ് ONV ഒക്കെ പാടി ഇവിടെ എല്ലാം നശിച്ചു. അദ്ദേഹം ഭൂമിക്കൊരു ചരമഗീതവും ചമച്ചു. ആ ഘട്ടത്തിലാണ് അതിന് മറുപടിയായി പുനർബാലൻ എഴുതിയത്, ഇവിടെ എല്ലാം നശിച്ചിട്ടില്ല, നശിച്ചു പോകില്ല, വല്ലതും ശേഷിക്കുമെന്ന് വിചാരിക്കെ എന്തെന്തെങ്കിലും കരളിൽ വിശ്വാസവും ആനന്ദവും എന്ന് പറഞ്ഞ ആ പ്രത്യാശയുടെ കവിത. ഇദ്ദേഹവും പ്രത്യാശയുടെ ഒരു കഥാകാരനായിട്ടാണ് ഞാൻ കാണുന്നത്. ഇനി ഇന്നത്തെ കൃതിയിലേക്ക്, പ്രകാശനം ചെയ്യുന്ന കൃതിയിലേക്ക് കിടക്കാം. എനിക്ക് അതിൻ്റെ 10-15 മിനിറ്റാണ് അനുവദിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു, അല്ലേ? അതുകൊണ്ട് കാരണം ഇവിടെ നിങ്ങൾ പലരും നിങ്ങളുടെ സാഹിത്യ സൃഷ്ടിയുമായിട്ടാണ് അത് അവതരിപ്പിക്കാൻ വേണ്ടിയാണെന്നുള്ളത്. അതുകൊണ്ട് വളരെ ചുരുക്കി ഞാൻ പുസ്തകം അവതരിപ്പിക്കുകയാണ്. ഓർമ്മയിലെ തലങ്ങളിൽ സ്മൃതിയും ഓർമ്മയെല്ലാം തന്നെ സ്മൃതിയുടെ തലങ്ങളിൽ എന്ന പുസ്തകം മോഹൻകുമാറിൻ്റെ ഏറ്റവും പുതിയ നോവലാണ്. കടിഞ്ഞൂൽ നോവലാണ്, പക്ഷെ വായിച്ചാൽ കടിഞ്ഞൂൽ കൃതിയാണെന്ന് തോന്നുന്നില്ല. എഴുതി പഴകിയ തഴമ്പിച്ച നല്ല പ്രാഗൽഭ്യമുള്ള പ്രാവീണ്യമുള്ളൊരു എഴുത്തുകാരൻ്റെ ആ നോവലായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ആദ്യ നോവലായിട്ട് തന്നെ എനിക്ക് ഇതിനൊരു പുതുമയുണ്ട് പ്രമേയത്തിൽ. സാധാരണ പുതുമകളില്ല, അനുഭവങ്ങളില്ല പുതിയ എഴുത്തുകാർക്കെന്നാണ് നിരൂപകരുടെ വിമർശനം. ഇതല്ല, ഇതിൽ അദ്ദേഹത്തിന് അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളോടൊപ്പം തന്നെ പ്രമേയത്തിന് പുതുമയുണ്ട്. ഒരു അധ്യാപകൻ വിദ്യാർത്ഥിനിയെ പ്രണയിക്കുന്ന കഥകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. വാനപ്രസ്ഥം, MTയുടെ വാനപ്രസ്ഥം തന്നെ കഥാനായകൻ ട്യൂഷൻ പഠിപ്പിച്ച ഒരു കുട്ടി. പക്ഷേ അവരൊക്കെ എൻ്റെ 70-80 കഴിഞ്ഞപ്പോൾ ഒരുമിച്ച് മൂകാംബികയിൽ ഒരുമിച്ച് കൂടുകയും ഒരു രാത്രി ഒരുമിച്ച് ചെലവഴിക്കുകയും ചെയ്തതിൻ്റെ ആ പ്രണയ കഥയാണ് അതിൽ പറയുന്നത്. അത് വിദ്യാർത്ഥിനിയായിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. പക്ഷേ ഒരു അധ്യാപകനും ഒരു ആൺകുട്ടി, ഒരു വിദ്യാർത്ഥിയും തമ്മിലുള്ള പ്രണയം വളരെ സ്വവർഗരതിയെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമൊക്കെ നിരവധി കഥകളുണ്ടായിട്ട്. പക്ഷേ ഇതിലെ പ്രണയത്തിന് ഒരു സവിശേഷതയുണ്ട്. കാരണം അധ്യാപകന് ഈ കുട്ടിയെ ബൈക്കിൽ വെച്ച് കൊണ്ടുപോകുന്നു, സിനിമയ്ക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ഒരു അനുരാഗം വിദ്യാർത്ഥിക്ക് അധ്യാപകനോടും അധ്യാപകന് വിദ്യാർത്ഥിയോടും. ഒരു ദിവസം ഈ കുട്ടി വരാൻ വൈകിയാൽ അധ്യാപകന് വ്യവലാതായി. ടീച്ചറിന് അധ്യാപകനെ കണ്ടില്ലെങ്കിൽ കുട്ടിക്ക് ശരിക്കും അവരെ ഒരു അനുരാഗത്തിൻ്റെ തലത്തിലേക്ക് മാറി. ആ അനുരാഗത്തിന് എന്താണ് എന്നുള്ളൊരു ചോദ്യം വരും. ഒരു വിദ്യാർത്ഥിയും അധ്യാപകനും തമ്മിലുള്ളതാണോ? രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ളതാണോ? രണ്ട് സഹോദരങ്ങൾ തമ്മിലുള്ളതാണോ? അപ്പോൾ ഈ പയ്യൻ പഠിക്കാൻ കൊള്ളാം, നന്നായി മിടുക്കനാണ്. പഠിച്ച് ഡിഗ്രി പാസ്സായി കഴിഞ്ഞപ്പോൾ ആ ഘട്ടത്തിൽ അച്ഛൻ മരിച്ചു. അതുകൊണ്ട് തുടർന്ന് പഠിക്കേണ്ടതെന്ന് തീരുമാനിച്ചു. തുടർന്ന് പഠിപ്പിക്കാമെന്ന് അധ്യാപകൻ പറഞ്ഞിട്ട് പോലും വിദ്യാർത്ഥി അത് നിരച്ചു. എനിക്കൊരു ജോലിയാണ് ആവശ്യം, ആ ജോലിക്ക് വേണ്ടി ഞാൻ നന്നായി പഠിച്ചേക്കും. എന്തായാലും ഒരു സെലക്ഷൻ കിട്ടി. ഇൻ്റർവ്യൂവിന് ഇവർ എറണാകുളത്ത് പോവുകയാണ്, അധ്യാപകനും വിദ്യാർത്ഥിയും കൂടെ. അവർ നല്ല AC റൂമിൽ ആലിങ്ങനെ ബെത്തരായി കിടന്നു എന്നാണ്. പിറ്റേ ദിവസം അധ്യാപകൻ്റേതായ ഒരു പരാമർശം ഒരു കഥാകാരൻ കൊടുത്തിട്ടുണ്ട്. ആദ്യ അനുഭവത്തിൻ്റെ ആലസ്യത്തിൽ നിന്ന് ഞാൻ ഉണർന്നു എന്നുള്ള. പക്ഷെ ഒരൊറ്റ വാക്യം കൊണ്ട് ഒരു ബന്ധത്തെക്കുറിച്ച്, എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം എന്നതിനെക്കുറിച്ച് പറയാൻ. അതുപോലെ തന്നെ സെക്സ് വളരെ സഭ്യതയോടുകൂടി ഒരു മറച്ചു വെച്ചുകൊണ്ട് ധ്വന്യാത്മകമായി അവതരിപ്പിക്കാൻ ആ ഒരു ശൈലി, ആ കഥയുടെ നോവലിൻ്റെ ആത്മാവ് ഈ ഒരൊറ്റ വാചകത്തിൽ കിടക്കുന്നു. പിന്നെ ഡൽഹിയിലേക്ക് പോകുന്നു, കത്തയക്കുന്നു. പക്ഷേ അഡ്രസ്സുള്ള കത്ത് കൈമോശം വരുന്നു. അങ്ങനെ അധ്യാപകന് കത്തയക്കാൻ പറ്റുന്നില്ല, വിദ്യാർത്ഥി കത്തയച്ചുകൊണ്ടിരിക്കുന്നു. വിദ്യാർത്ഥി അവധിക്ക് വന്നപ്പോഴും ഈ അധ്യാപകൻ്റെ വീട്ടിലും വന്നു, കോളേജിലും വന്നു, അന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഇവിടെയാണ് ഒരു ആ അധ്യാപകൻ്റെ മാനസികമായിട്ടുള്ള
നിലയെക്കുറിച്ചിട്ടുള്ള മാനസിക ദുഃഖങ്ങളുടെ ചിത്രീകരണം. അതാണ് ഈ കൃതിയുടെ ഏറ്റവും വലിയ സവിശേഷത. താൻ പ്രണയിച്ച തൻ്റെ എല്ലാമായ സർവസ്വമായ വിദ്യാർത്ഥിയുടെ കത്ത് കിട്ടുന്നില്ല, കത്തിന് മറുപടി വഹിക്കാൻ പറ്റുന്നില്ല, അതിൻ്റെ ദുഃഖം. അതിനിടയ്ക്ക് ഇദ്ദേഹം വിവാഹം കഴിച്ചു. ഭാര്യയ്ക്ക് കൊല്ലത്തും ഇദ്ദേഹത്തിന് വർക്കലയും ജോലി. അതിൽ ഭാര്യയുമായിട്ടുള്ള സ്വരച്ചേർച്ചയുടേത്, അച്ചു വീട്ടിൽ താമസിക്കുന്നതിൻ്റെ ആ സ്വാതന്ത്ര്യത്തിൻ്റെ ഇതായിട്ടുള്ള വേദന, എല്ലാമായിരുന്ന സഹോദരി സ്വത്തിനു വേണ്ടി പിണങ്ങിപ്പോകുന്നതിൻ്റെ വേദന, ഇതിനെല്ലാം അതീതമായിട്ട് എൻ്റെ എല്ലാമായ അമ്മയും ഇയാളിൽ നിന്നാണ്. ചുരുക്കത്തിൽ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആരുമില്ലാത്ത ഒരു മനുഷ്യൻ്റെ മാനസിക വ്യാപാരങ്ങൾ ഇതിൽ വരുന്നു. അതുകൊണ്ടാണ് ഇതിൻ്റെ അവതാരികയിൽ ഇത് ബോധധാര, അതുകൊണ്ട് നോവലുകളെ 9 തരം തിരിച്ചിട്ടുണ്ട്, അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അതിലെ ബോധധാര നോവലിലെ ശാഖയിൽപ്പെടുന്നതാണിത്. ബോധധാര നോവലിൻ്റെ സവിശേഷത ഒരു വ്യക്തിയുടെ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ നോക്കാതെ വൈയക്തിക പ്രശ്നങ്ങൾ നോക്കി ഒരു വ്യക്തിയുടെ മാനസിക ദുഃഖങ്ങൾ, സങ്കടങ്ങൾ അത് അതേപടി ആവിഷ്കരിക്കുന്ന കൃതിയാണ് ബോധധാര. അതിന് മനഃശാസ്ത്ര നോവലുകളെന്ന് പറയാം. മനോവിജ്ഞാനീയവുമായും ഈ ബോധധാര നോവലുകൾക്ക് ഒരു ബന്ധമുണ്ട്. ബോധധാര നോവൽ റാഫിയുടെ സ്നേഹദൂതനാണ് മലയാളത്തിൽ ആദ്യമുണ്ടായ ബോധധാര നോവൽ എൻ്റെ അറിവിൽ. പിന്നീട് മഞ്ഞ്, MTയുടെ മഞ്ഞ് വന്നിട്ടുണ്ട്. അതുപോലെ കോവിലൻ്റെ തോലങ്ങൾ എന്ന കൃതി, വിജയൻ പണിക്കരുടെ മാന്യയായ ഭാര്യ തുടങ്ങി നിരവധി കൃതികൾ വന്നിട്ടുണ്ട്. ആ ശാഖയിൽപ്പെടുത്താവുന്ന ഒരു കൃതിയാണ് ഈ ബോധധാര തവണ. പിന്നെ ഇവിടെ എനിക്ക് ഈ കൃതി വായിച്ചപ്പോൾ തോന്നിയത്, ഞാൻ അവതാരിക എഴുതിയിട്ടില്ല, MTയുടെ ഒരു സുഹൃതത്തെക്കുറിച്ചാണ്. കാരണം എല്ലാം നഷ്ടപ്പെട്ട് സ്നേഹിക്കാൻ ആരുമില്ലാതെ പോകുന്ന ഒരു സ്ഥിതി വന്നാൽ ആ കഥാപാത്രത്തെ ഒരു എഴുത്തുകാരൻ എന്താണ് ചെയ്യുക? ആത്മഹത്യയ്ക്ക് വിടുകയാണ് ചെയ്യുന്നത്. മഹാനായ MT പോലും സുഹൃതമെന്ന ആ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം. മമ്മൂട്ടിയാണ് അതിൻ്റെ നായകൻ, പത്രപ്രവർത്തകനാണ്. ആ പ്രവൃത്തി സ്ഥലത്തും ഭാര്യയ്ക്കും വളരെ സന്തുഷ്ടമായ ഒരു കുടുംബം നയിക്കുന്ന, എല്ലാവരും അംഗീകരിച്ച് എല്ലാവരും സ്നേഹിക്കും. അപ്പോഴാണ് ഇദ്ദേഹത്തിന് ക്യാൻസർ പിടിപെട്ടു എന്ന് പറയുന്നത്. ക്യാൻസർ പിടിപെട്ടു എന്ന് അറിയുമ്പോൾ ഇനി മരണത്തെ മുഖാമുഖം കണ്ട ആ നിമിഷങ്ങളിൽ ഭാര്യയെ സ്നേഹിച്ചിരുന്ന, ഭാര്യയെ അറിയില്ലെങ്കിലും സ്നേഹിച്ചിരുന്ന ഒരു കാമുകൻ കോളേജിൽ ലെക്ചറുണ്ട്. അയാളുമായി ബന്ധപ്പെടാനും മരണശേഷവും ഭാര്യ അനാഥമാകരുതെന്ന് ഇത് ബന്ധപ്പെടാനുള്ള അവസരം കൊടുക്കുന്നു. സ്വത്തുക്കളും ബന്ധുക്കൾക്കെല്ലാം കൊടുക്കുന്നു. പക്ഷേ ഒരു വിദ്യാർത്ഥി വന്നിട്ട് പറയുന്നു, ഇവിടെ ഒരു സ്വാമി വന്നിട്ടുണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ ഇത് മാറും. അവിടെ ചെല്ലുന്നു. ആ സ്വാമി സമീകൃത ആഹാരത്തിലൂടെ യോഗയിലൂടെ ഈ രോഗം മാറ്റും. ഞാൻ ഇതുവരെ പറഞ്ഞ സംഭവം ദീപക് ചോപ്രയുടെ ക്വാണ്ടം ഹീലിംഗ് എന്ന് പറയുന്ന പുസ്തകത്തിലുള്ളതാണ്. ഏത് ഇതും ധ്യാനത്തിലൂടെ യോഗത്തിലൂടെ ഏത് രോഗവും മാറ്റാമെന്നുള്ളത്. പക്ഷേ രോഗം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഭാര്യ മറ്റേ കാമുകനുമായിട്ട് കൂടുതൽ അടുത്ത് കഴിഞ്ഞ് തിരിച്ചു വരാൻ പറ്റുന്നില്ല. ബന്ധുക്കൾക്കാണെങ്കിൽ ദുഃഖം, ഈ സ്വത്തുക്കൾ തിരിച്ചു കൊടുക്കണം. ഓഫീസിൽ ചെല്ലുമ്പോൾ പ്രൊമോഷൻ കിട്ടിയ ആളിൻ്റെ ദുഃഖം, കാരണം ഇനി കസേര ഒഴിഞ്ഞു കൊടുക്കേണ്ടെന്നുള്ളതൊക്കെ. ഇദ്ദേഹത്തിൻ്റെ മരണവാർത്ത അവിടെ എഴുതി വെച്ചിരിക്കുന്ന പത്രക്കാർ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്നു. അങ്ങനെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആരുമില്ലാത്ത അനാഥനായ ദുഃഖിതനായ കഥാപാത്രത്തെ MT ആത്മഹത്യയിലേക്കാണ് വിടുന്നത്. ആത്മഹത്യയിലേക്ക് വിടുന്നില്ല, ആ കഥാപാത്രത്തെ പ്രത്യാശയുടെ ഇതിലേക്ക് ഇടുന്നു. ഇതിൻ്റെ അന്ത്യം എന്ത് എന്ന് ഞാൻ പറയുന്നില്ല, കാരണം അന്ത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പുസ്തകം വാങ്ങിക്കില്ല. അന്ത്യം ഒരു ട്വിസ്റ്റിലൂടെ മാറ്റിയാണ്. അപ്പോൾ വായനക്കാരൻ്റെ പ്രതീക്ഷയ്ക്ക് അതീതമായി കഥയെ മാറ്റി തിരിച്ചു കൊണ്ടുപോയത് O. ഹെൻറിയാണ്. O. ഹെൻറി ആരും പ്രതീക്ഷിക്കാത്ത തലത്തിലേക്ക് ഈ കഥയുടെ അവസാനം. O. ഹെൻറിയുടെ ഒരു ചെറിയ കഥയും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിൽക്കാം. കാരണം ഒരു കള്ളൻ മഞ്ഞുകാലം വന്നു കഴിഞ്ഞാൽ ഉടനെ അയാൾ എന്തെങ്കിലും കുസൃതി കാണിക്കും. കാരണം ജയിലിൽ പോയി സുഖമായിട്ട് കിടക്കാം. ഇപ്പം എല്ലാ മഞ്ഞുകാലത്തും അങ്ങനെയാണ്, ജയിലിൽ പോയി സുഖമായിട്ട് കിടക്കും. പക്ഷെ ഒരു മഞ്ഞുകാലം വന്നു, ഇയാളെ കുസൃതികൾ പലതും കാണിച്ചു, വഴിയെ പോയി ഒരു സ്ത്രീയെ കയറി പിടിച്ചു, ഒരാളെ ചീത്ത പറഞ്ഞു, ഒരാളെ അടിച്ചു. പോലീസുകാരെ ഇയാൾ വട്ടാണ്, അവന് എന്താണെന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യുന്നില്ല, ഇയാൾ വിടുന്നു. അങ്ങനെ ഇയാൾ ചെന്നൊരു കടയിൽ ചെല്ലുന്നു. കടയിൽ ചെന്ന് ഒരു കുടയെടുക്കുന്നു. അപ്പം വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, അയ്യോ അങ്ങയുടെ കുടയാന്ന് ഞാൻ അറിഞ്ഞില്ല, ഞാൻ അറിയാതെയാണ് ഇത് കൊണ്ടുവച്ചത്. അത് മറ്റൊരു കള്ളനായിരുന്നു. അവസാനം എന്തെല്ലാം നോക്കിയിട്ടും ഒരു മാർഗമില്ലാതെ ഇയാൾ അവസാനം പള്ളിയിൽ പോയി, എന്തായാലും ഈ വർഷം ഞാൻ മഞ്ഞ് കൊണ്ട് മരിക്കാൻ പോവുകയാണ്, അതിനു മുമ്പൊന്ന് പ്രാർത്ഥിക്കാം
എന്ന് കരുതി പോകുന്നു. ഇപ്പം നമ്മൾ വായനക്കാരൻ കരുതും അയാൾക്ക് മരണമായിരിക്കും. അങ്ങനെ പള്ളിയിൽ ആരുമില്ലാത്ത സമയത്ത് ഇയാൾ ഒറ്റയ്ക്ക് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തോളിൽ ബലിഷ്ഠമായ ഒരു കൈ വന്ന് വീഴുന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ പോലീസ് ഓഫീസർ. ആരുമില്ലാത്ത സമയം നോക്കി നീ കുരിശു മോഷ്ടിക്കാൻ വന്നാണ് അല്ലിടാന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതും ആ കള്ളൻ്റെ സന്തോഷവും വായനക്കാരൻ പ്രതീക്ഷിക്കാത്ത ടിച്ച്. അങ്ങനെ വായനക്കാരൻ്റെ പ്രതീക്ഷയ്ക്കെല്ലാം അതീതമായ ഒരു ടിച്ച് നടത്താനും ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആ ടിച്ച് നിങ്ങൾ കഥയിലൂടെ തന്നെ വായിക്കുക, പുസ്തകം വായിച്ച് തന്നെ മനസ്സിലാക്കുക. ഞാൻ നീട്ടുന്നില്ല. ഇനിയും കൂടുതൽ പുതിയ പുതിയ പ്രമേയങ്ങൾ, പുതിയ പുതിയ അനുഭവങ്ങൾ ഞാൻ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ ഇത്രയും തന്മയത്വമായി ഇത് എഴുതണമെങ്കിൽ ഇത് എന്തെങ്കിലും അനുഭവങ്ങളുണ്ടല്ലോ. ഞാൻ ചോദിച്ചു, അനുഭവത്തിൻ്റെ ആത്മാംശമല്ലോ മോഹൻകുമാറിന് ഇതിലുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം ഒരു ചിരിക്കുകയേ ഉണ്ടായിട്ടുള്ളൂ. എന്തായാലും ഇതിലെന്തോ ഒരു അധ്യാപകൻ എവിടെയോ ഉണ്ട്. കമലഹാസൻ്റെ മുഖമുള്ള ഒരു സുന്ദരക്കുട്ടനായ ഒരു വിദ്യാർത്ഥി ഉണ്ട്. അത് ഇന്നലകളിൽ യൗവനത്തിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ മോഹൻകുമാറിനെ കണ്ട നിങ്ങൾക്കറിയാൻ പറ്റിയേക്കുമായിരിക്കും. അത് മോഹൻകുമാർ തന്നെ ആയിരിക്കുമെന്ന് ആ വിദ്യാർത്ഥി മോഹൻകുമാർ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ ഊഹിക്കുകയാണ്. അത് വായനക്കാരൻ്റെ ഇതാണ്. കാരണം പുതിയ സിദ്ധാന്തമനുസരിച്ച് ഒരു കൃതി എഴുതി കഴിഞ്ഞാൽ എഴുത്തുകാരന് അതിൽ കാര്യമൊന്നുമില്ല. പിന്നെ വായനക്കാരന് അവൻ്റെ ഭാവനയ്ക്കനുസരിച്ച് അതിന് പുതിയ വ്യാഖ്യാനങ്ങൾ നൽകാം, പുതിയ അർത്ഥതലങ്ങൾ നൽകാം. ആ രീതിയിൽ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനിയും സർഗാത്മക സാഹിത്യത്തിൽ, അതുപോലെ വൈജ്ഞാനിക സാഹിത്യത്തിൽ എല്ലാ ശാഖകളിലും അദ്ദേഹം തൊട്ടിട്ടുണ്ട്. ജീവചരിത്രത്തിലും വിവർത്തനത്തിലും അതിലെല്ലാം ഇനിയും കൂടുതൽ കൃതികൾ രചിക്കാനും അങ്ങനെ നമ്മുടെ ശ്രേഷ്ഠ ഭാഷയെ സമ്പന്നമാക്കാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് ഒരു പുസ്തകം ത്തെക്കുറിച്ച് കൂടി ഒന്ന് പരാമർശിച്ചോട്ടെ. മയൂരി എന്നുള്ളതാണ് മോഹൻ തമ്പി സാറിൻ്റെ സഹോദരൻ രാജേശ്വരൻ തമ്പി, ഉഷാദേവിയുടെ സഹോദരൻ എഴുതിയ കൃതിയാണ്. അദ്ദേഹം ഡൽഹിയിലാണ്, ഇവിടെ ഇല്ലെന്നാണ് ഞാൻ ഊഹിക്കുന്നത്. അദ്ദേഹം ശ്രീലങ്കയിലെ അഭയാർത്ഥികളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു കഥയാണെന്നാണ് മനസ്സിലാക്കാൻ, ബ്ലർബ് വായിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതൊരു നല്ല പ്രമേയമാണ്. ടി.ഡി. രാമകൃഷ്ണൻ്റെ സുഗന്ധി എന്ന ആണ്ടാൾ നായിക എന്ന വളരെ പ്രശസ്തമായ നോവലുണ്ട്. അത് പുലികളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളതാണ്. ആ പുലികളുടെ സംഘത്തെക്കുറിച്ചും അതിൽ പ്രവർത്തിക്കുന്നതും അതിന് വേണ്ടി നാടിന് വേണ്ടി തമിഴിന് വേണ്ടി അവസാനം മരണപ്പെടുകയും ചെയ്യുന്ന ഒരു നായികയെക്കുറിച്ച്. അപ്പോൾ ആ കൃതിയിലുള്ളതുപോലെ സ്വാഭാവികമായിട്ടും ശ്രീലങ്കയെക്കുറിച്ച് പറയുമ്പോൾ അതിൽ ഇവിടുത്തെ ആയി രാജവംശത്തിൻ്റെ, തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഉറവിടമായ ആയി രാജവംശത്തെക്കുറിച്ചും പൂന്തറയെക്കുറിച്ചും തുടങ്ങി ചരിത്രത്തിലേക്കുമെല്ലാം നടക്കുന്നു പോകുന്നതും എല്ലാം ത്യജിച്ചുകൊണ്ടുള്ള സാഹസികതയും യാതനയും ത്യാഗവും ഒക്കെ ഈ പുസ്തകത്തിലും കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അതിൻ്റെ ശ്രീ രാജേശ്വരൻ തമ്പിക്കും ഇനിയും കൂടുതൽ രചനകൾ നടത്താൻ കഴിയട്ടെ എന്ന ആശംസയോടുകൂടി ഈ ചടങ്ങ് എല്ലാ മാസവും നടത്താം. ഞാനും തിരുവനന്തപുരത്ത് ഇതേക്ക് ഞങ്ങൾക്ക് 1-2 സംഘടനകളുണ്ട്. എല്ലാ മാസവും ഞങ്ങളും ആദ്യ തിങ്കളാഴ്ച നടത്താറുണ്ട്. 50-40 പേരൊക്കെയാണ് അതിലും വരുന്ന. മോഹനും ഇടയ്ക്ക് അതിൽ വന്നിട്ടുണ്ട്. ഇത് നല്ലതാണ്. നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് കൂടുക, മാസം തോറും കൃത്യമായ ഒരു ദിവസം കൂടുക. കാരണം മറ്റ് ദുഃഖങ്ങളിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മാറി, കാരണം നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച്, സാഹിത്യത്തെക്കുറിച്ച്, കവിതയെക്കുറിച്ചൊക്കെ ചിന്തിക്കുക, ആശയവിനിമയം നടത്തുക. അപ്പോൾ ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ പങ്കാളിത്തത്തോടു കൂടി ഈ സൗഹൃദ സമിതി വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ്, ഈ മാസത്തെ സാഹിത്യ ചർച്ചാ സമ്മേളനം സവിനയം നിങ്ങളുടെയൊക്കെ അനുമതിയോടുകൂടി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി.